ഹായ്, ഞാൻ ഡോക്ടർ ബാബുറാം ഗോവിന്ദ്, കൺസൾട്ടൻറ്റ് ഒഫ്താൽമോളജിസ്റ്റ്, കരുണ ഐ ഹോസ്പിറ്റൽ, ബത്തേരി. നിങ്ങളുടെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണു ചൊറിയുകയും അതുമൂലം കണ്ണിൽ നിന്നും കൂടുതലായി വെള്ളം വരികയും ചുമന്ന് തടിക്കുകയും ചെയ്യുന്നുണ്ടോ എങ്കിൽ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് എന്നുള്ള രോഗാവസ്ഥയാവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നു? അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് എന്നുള്ളത് കുട്ടികളിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനും കാലക്രമേണ കാഴ്ചശക്തി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാകുന്നു. എങ്ങനെയാണ് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാകുന്നത്? പൊടി മൂലമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അലർജി ഉണ്ടാക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ കണ്ണിൻ്റെ കൺജങ്ക്റ്റൈവ എന്നുള്ള പ്രതലവുമായി കോണ്ടാക്റ്റിൽ വരുന്ന സമയത്താണ് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാകുന്നത്. എന്തിന് നമ്മൾ ഇതിനെ പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു? നമ്മളുടെ കുട്ടികൾ കണ്ണുകൾ തിരുമുന്നത് മൂലം കണ്ണുകളുടെ കൃഷ്ണമണിയിൽ പോറൽ വരികയോ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന പ്രതലത്തിലെ വ്യത്യാസങ്ങൾ വരികയോ ചെയ്യുന്നത് മൂലം കാഴ്ചശക്തി കുറയുവാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ കാലം തുടരുമ്പോൾ കെരറ്റോകോണസ് എന്നുള്ള അവസ്ഥ നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ഒരു രോഗാവസ്ഥയാകുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം? ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അലർജിയുമായുള്ള വസ്തുക്കളുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. കുട്ടികൾ കളിക്കാൻ പോയി വന്നു കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞതിന് ശേഷമോ അവരുടെ കണ്ണിൻ്റെ പുറമെ നന്നായി വെള്ളമൊഴിച്ച് കഴുകുകയും അതിനുശേഷം നന്നായി തുടച്ച് വൃത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ ചൊറിയുന്നതായിട്ടുള്ള ആ ഒരു സ്റ്റിമുലേഷൻ വരുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളത് തടഞ്ഞു വയ്ക്കുവാനും ശ്രമിക്കേണ്ടതാണ്. ഇതൊന്നും തന്നെ സാധിക്കുകയല്ല എന്നുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾ ഒരു ഒഫ്താൽമോളജിസ്റ്റുമായി ബന്ധപ്പെടേണ്ടതാണ്. അവരുടെ കണ്ണിൻ്റെ കാഴ്ച പരിശോധിക്കുകയും അതിനുശേഷം അവരുടെ അലർജിയുടെ തോതനുസരിച്ച് അവർക്ക് മരുന്നുകൾ നൽകേണ്ടതുമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കുട്ടിയുടെ കണ്ണിൻ്റെ അലർജിയുടെ തോതനുസരിച്ച് സ്റ്റിറോയിഡ് ഡ്രോപ്പ് മുതൽ അലർജിയുടെ ഡ്രോപ്പ് വരെ തുടങ്ങാൻ സാധ്യതയുണ്ട്. സ്റ്റിറോയിഡ് ഡ്രോപ്പുകളുടെ പ്രത്യേകത അവ ഒരു പരിധി കഴിഞ്ഞാൽ നിർത്തേണ്ടതും അതിനുശേഷം അലർജിയുടെ ഡ്രോപ്പ് ഒഴിക്കേണ്ടതുമാണ്. അല്ലെങ്കിൽ മരുന്ന് തന്നെ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. സ്റ്റിറോയിഡ് ഡ്രോപ്പുകൾ തുടങ്ങുകയും അത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. ഇതുപോലെ എത്രയും പെട്ടെന്ന് ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കാണുകയും കൃത്യമായൊരു ചികിത്സയും എടുക്കാൻ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താനും ഒഴിവാക്കാനും സാധിക്കുകയും അതുമൂലമുള്ള ബുദ്ധിമുട്ടുകൾ തടയാനും സാധിക്കും. താങ്ക് യു.